യുഎഇയിൽ പറക്കും ടാക്സി യാഥാർത്ഥ്യമാകുന്നു. ദുബായിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഇലക്ട്രിക് പറക്കും ടാക്സികൾ ഈ വർഷം സർവീസ് തുടങ്ങും. ദുബായ് എയർപോർട്ട്, DXB, ഡൗൺ ടൗൺ, ദുബായ് മറീന, പാം ജുമൈറ എന്നീ 4 പ്രധാന കേന്ദ്രങ്ങളിലാണ് ആദ്യമായി വേർട്ടിപോർട്ടുകൾ അതായത് ലോഞ്ച് പാഡുകൾ ഒരുങ്ങുന്നത്. സാധാരണ കാറിൽ 45 മിനിറ്റ് എടുക്കുന്ന യാത്ര വെറും 10 മുതൽ 12 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. പൈലറ്റും 4 യാത്രക്കാരും അടങ്ങുന്നതാണ് ജോബി ഏവിയേഷൻ തയ്യാറാക്കിയ ഈ വിമാനം. ഒമാനിലെ പുതിയ തൊഴിൽ നിയമം പ്രവാസികൾക്ക് ആശ്വാസമാകുന്നു. ഒമാൻ തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നു. അവധി ആനുകൂല്യങ്ങൾ ശ്രദ്ധേയമാണ്. സിക്ക് ലീവ് വർദ്ധിപ്പിച്ചു. കൂടാതെ പെറ്റേണിറ്റി ലീവായി 7 ദിവസം നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയാൻ പ്രവാസികൾ രാജ്യത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കർശനമായ പ്രൊഫഷണൽ ലൈസൻസ് പരിശോധനകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ 2026-ൽ 5% വളർച്ച നേടുമെന്ന് IMF അന്താരാഷ്ട്ര നാണ്യനിധി പ്രവചിക്കുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ തൊഴിലില്ലായ്മ നിരക്ക് റെക്കോർഡ് തലത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PIF 3 ഇരട്ടിയായി വർദ്ധിച്ചത് നിയോം പോലുള്ള മെഗാ പ്രൊജക്ടുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ UAEയിൽ പ്ലാസ്റ്റിക് നിരോധനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലേറ്റുകൾ, കണ്ടെയ്നറുകൾ, സ്പൂണുകൾ എന്നിവയുടെ വിപണനം പൂർണ്ണമായും നിരോധിച്ചു. ഇതിനു പകരം പേപ്പർ, തുണി, ബാഗുകൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ഈ നിയമം കർശനമായി പാലിക്കേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി UAE ഈ വർഷം ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുന്നു. ടാക്സ് വെട്ടിപ്പുകൾ തടയാനും ബിസിനസ് ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യാനും ഇത് സഹായിക്കും. നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ബഹ്റൈൻ സർക്കാർ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസിൽ ഘട്ടം ഘട്ടമായി വർധനവ് പ്രഖ്യാപിച്ചു. 2026 ജനുവരി മുതൽ 2029 വരെ 4 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. നിലവിലുണ്ടായിരുന്ന 100 ദിനാർ ഫീസിൽ 2026-ൽ ചെറിയ വർധനവ് വരും. എന്നാൽ ഗാർഹിക തൊഴിലാളികളെ ഈ വർധനവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. നിയമങ്ങളിലെ കൃത്യതയും സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടവും ഒത്തുചേരുന്ന ഈ പുതിയ കാലഘട്ടം ഗൾഫിലെ ഓരോ പ്രവാസിക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. മാറ്റങ്ങളെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ വികസന കുതിപ്പിന്റെ ഭാഗമാകാം.